2014 സെപ്റ്റംബർ 1 മുമ്പ് വിരമിച്ച യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവർക്ക് ഉയർന്ന പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഉയർന്ന പെൻഷൻ അനുവദിച്ച ഉത്തരവുകൾ റദ്ദാക്കാനും നൽകിയ തുക തിരിച്ചുപിടിക്കാനുമുള്ള EPFOയുടെ നടപടികൾ റദ്ദാക്കിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014 സെപ്റ്റംബർ 1 മുമ്പ് വിരമിച്ച യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവർക്ക് വിരമിക്കും മുമ്പ് ഓപ്ഷൻ നൽകിയിട്ടില്ലെന്നതിന്റെ പേരിൽ ഉയർന്ന പെൻഷൻ നിഷേധിക്കാനില്ലെന്ന് പറയുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ ഉയർന്ന പെൻഷൻ അനുവദിച്ച ഉത്തരവുകൾ റദ്ദാക്കാനും നൽകിയ തുക തിരിച്ചുപിടിക്കാനുമുള്ള EPFOയുടെ നടപടികൾ റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് P. ഗോപിനാഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്ഷൻ നൽകാതെ 2014 മുമ്പ് വിരമിച്ചവർ സ്കീമിൽ നിന്ന് പുറത്തുപോയവരാണെന്ന EPFO വാദം തള്ളുകയാണ്. ഉയർന്ന പെൻഷൻ നിഷേധിച്ചതിനെതിരെ ഒരു കൂട്ടം ഹർജികൾ അനുവദിച്ചായിരുന്നു ഉത്തരവ്. ഉയർന്ന പെൻഷൻ കാര്യത്തിൽ RC ഗുപ്ത കേസിൽ സുപ്രീം കോടതിയുടെ വിധി 2014 മുമ്പ് വിരമിച്ചവർക്കും ബാധകമാണ്. ഈ വിധിയിൽ ഓപ്ഷന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അർഹരായവർക്ക് 4 മാസത്തിനകം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ PF പെൻഷൻ സ്കീം അനുസരിച്ച് പെൻഷൻ കുത്തനെ കുറയുമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞതായ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നേരത്തെ അവസാന ശമ്പളത്തിന്റെ 40% പെൻഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 10% മാത്രമാണ് ലഭിക്കുന്നത്. ആരംഭ ശമ്പളം 15,000-ന് മുകളിലാണെങ്കിലും PF പെൻഷൻ ഉണ്ടാകില്ല എന്നത് പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. തൊഴിലാളി വിരുദ്ധ സ്ഥാപനമായി EPFO മാറിയെന്ന വിമർശനങ്ങളും കൂടെ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.